ദൂരം നാം പോകാം പുൽക്കൂടും തേടി, തീരങ്ങൾ താണ്ടാം തന്നാമം പാടി. ഇന്ന് ആഗോള കത്തോലിക്ക സഭ പ്രത്യക്ഷീകരണ തിരുനാൾ ആഘോഷിക്കുകയാണ്. 3 ജ്ഞാനികൾ ഉണ്ണീശയെ കാണാൻ പോയ ആ ഒരു സംഭവത്തെ സഭയെന്ന് ഓർക്കുകയാണ്. 3 ജ്ഞാനികൾ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അവർ ജ്ഞാനികളാണ്, ജ്ഞാനം കൊണ്ട് നിറഞ്ഞവരാണ്, അറിവിനപ്പുറത്തേക്ക് ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞവരാണ്. അതുകൊണ്ട് അവരുടെ വഴികളൊന്നും ഒരു അടി പോലും തെറ്റില്ല, കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കും. അങ്ങനെയാണ് അവർ നക്ഷത്രത്തിൻ്റെ ബലത്തിൽ ഉണ്ണീശയെ കാണാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ വഴികളൊക്കെ വളരെ കൃത്യമാണ്, നക്ഷത്രം കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോഴത്തെ GPS സിസ്റ്റമൊന്നുമല്ല, കാര്യങ്ങൾ വളരെ കൃത്യമാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വഴി തെറ്റി. കാരണം ഇവർ ഇറങ്ങിയത് ഉണ്ണീശയെ കാണാനല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു ആദ്യം എത്തേണ്ടത് എവിടെയാണ്? ഉണ്ണീശയുടെ അടുത്ത് തന്നെയാണ്. പക്ഷെ ഒരു ആദ്യം എത്തിയിടം ഉണ്ണീശയുടെ അടുത്തല്ല, ഹെറോദോസിൻ്റെ കൊട്ടാരത്തിലാണ്. അതെന്തുകൊണ്ടായിരിക്കും ഈ നക്ഷത്രം ഹെറോദോസിൻ്റെ കൊട്ടാരത്തിന് മുമ്പിലേക്ക് വഴിതെറ്റിച്ച് വിട്ടത്? എനിക്ക് തോന്നുന്നു GPS ഒക്കെ ഇപ്പം മാത്രമല്ല പണ്ടും ചതിച്ചിട്ടുണ്ട്. ആ ചതിയാണ് അവർ ഹെറോദോസിൻ്റെ കൊട്ടാരത്തിൽ പോയി നിന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു ഈ നക്ഷത്രം അവരെ വഴിതെറ്റിച്ചത്? അതോ വഴിതെറ്റി ജ്ഞാനികളോട് എത്തിയതാണോ? എന്താണ് കാര്യം നമുക്കറിയില്ല. എങ്കിലും ഇതിനകത്ത് ഒരു ദൈവിക രഹസ്യമുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ഹെറോദോസ് എന്നാണ്. വളരെ സിമ്പിളായിട്ട് പറയാൻ ഇത്രയേ ഉള്ളൂ. ഏറ്റവും ക്രൂരനായ ഒരു മനുഷ്യൻ തന്നെയാണ് ഹെറോദോസ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അദ്ദേഹം ഭരണം നിലനിർത്താൻ വേണ്ടി കൊന്നിട്ടുണ്ട്. 2 മക്കളെയും ഭാര്യയുടെ സഹോദരനെയും അദ്ദേഹം കൊന്നിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല, അദ്ദേഹത്തിനറിയാം അദ്ദേഹം ഒരു ക്രൂരനായ ഒരു രാജാവാണ്. അതുകൊണ്ട് അയാളുടെ മരണത്തിന് ആ ജനം മുഴുവനും സന്തോഷിക്കും. അത് വളരെ കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ജനങ്ങൾ സന്തോഷിക്കാതിരിക്കാൻ, ജനങ്ങൾ വാവിട്ട് കരയാൻ അദ്ദേഹം 70 പുരോഹിതരെ തടവറയിൽ അടച്ചത് മറ്റൊന്നും കൊണ്ടല്ല, എപ്പോഴാണോ അദ്ദേഹം മരിക്കുന്നത് അന്ന് 70 പുരോഹിതരെയും കൂടി കൊന്നുകളയാനായിട്ട് അദ്ദേഹം ആജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുരോഹിതരെ ഓർത്ത് ജനം വിലപിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണത്തെ ഓർത്ത് വിലപിച്ചതുപോലെയാകും. ഇതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. എത്രത്തോളം ഒരു ക്രൂരനായ ഒരു മനുഷ്യനാണ് ഹെറോദോസ്. അദ്ദേഹത്തിന് മുമ്പിലാണ് ഈ 3 ജ്ഞാനികളും ചെന്ന് നിൽക്കുന്നത്. കാര്യം ഇത്രയേ ഉള്ളൂ, ആരെങ്കിലുമൊക്കെ ക്രിസ്തുവിനെ ഗൗരവത്തോടെ എടുത്തിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ കാണാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ശത്രുവിന് മുമ്പിൽ, മരണത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. അതാണ് ഈ യാത്രയുടെ ആദ്യം നൽകുന്ന വെളിച്ചം. നമ്മളൊക്കെ അത്ര സിമ്പിളായിട്ട് ക്രിസ്തുവിനെ കാണരുത്. മനോഹരമായ പഴയൊരു പാട്ടില്ലേ, ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തുമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ അല്പം അരോചകം തോന്നാറുണ്ട്. അതിന് കാരണം, അത്ര സിമ്പിളാണോ നമ്മുടെ ദൈവം? ഒന്ന് വിളിച്ചാൽ ഓടി വരികയും ഒന്ന് പോകാൻ പറഞ്ഞാൽ ഓടിപ്പോവുകയും ചെയ്യുന്ന അത്ര സിമ്പിളാണോ നമ്മുടെ ദൈവം? അത്ര സിമ്പിളല്ല. ഈ 2000 വർഷത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഓരോരുത്തരും ചിന്തിയ രക്തം, ഓരോരുത്തരും ചെയ്ത ത്യാഗം, രക്തസാക്ഷിത്വം, ഇതൊക്കെ വലുതാണ്. വിശുദ്ധരൊക്കെ വെറുതെ വിശുദ്ധരായവരൊന്നുമല്ല. അവരൊക്കെ ജീവിതത്തിൽ എന്തൊക്കെയോ വേണ്ടെന്ന് വെച്ച്, എന്തൊക്കെയോ വേണമെന്ന് വെച്ച് ഒരായുസ്സിൻ്റെ ത്യാഗം കൊണ്ട് അവർ വിശുദ്ധരായവരാണ്. അങ്ങനെയാണെങ്കിൽ അത്ര സിമ്പിളായിട്ട് നമ്മൾ ദൈവത്തെ കാണരുത്, കുറച്ച് സീരിയസ് ആയിട്ട് കാണണം. ആ സീരിയസ്നെസ്സിൻ്റെ റിഫ്ലക്ഷനാണ് ഇന്നത്തെ ഗോസ്പല്. യേശുവിനെ കാണാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ മരണത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വന്നു. എന്തിനായിരിക്കും മരണത്തിന് മുമ്പ് നിൽക്കേണ്ടി വന്നത്? അതാണ് 2ാമത്തെ ചിന്ത. ഇത്രയും ക്രൂരനായ ഒരു മനുഷ്യൻ ചിന്തിച്ചു, അദ്ദേഹമാണ് ഈ രാജ്യം മുഴുവനും വാഴുന്നത്. എന്നാൽ ഈ 3 ജ്ഞാനികളും ചെന്ന് പറഞ്ഞു, വേറൊരു രാജാവ് ജനിച്ചിട്ടുണ്ട്, അവൻ ഈ ലോകത്തെ വാഴുന്നവനാണ്. ഇത് ഹെറോദോസിന് മുമ്പിൽ ചെന്ന് പറയണം. അതാണ് ദൈവിക പദ്ധതി. ഈ 3 ജ്ഞാനികളും അന്ന് രാത്രി ഹെറോദോസിൻ്റെ കൊട്ടാരത്തിൽ അന്തിയുറങ്ങി. മരണത്തിൻ്റെ മേൽ വീണ ഇടത്ത് അവരന്ന് കിടന്നുറങ്ങി. അതാണ് ദൈവിക രഹസ്യം. പ്രിയമുള്ളവരെ, നമ്മളും ഇതുതന്നെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. ജീവിതത്തിൽ വലിയ പദ്ധതികളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത്ര സിമ്പിൾ ആയിരിക്കില്ല. വഴിതെറ്റിയെന്ന് തോന്നുന്നിടത്ത് വഴിതെറ്റലല്ല, അത് ദൈവിക പദ്ധതിയായിരിക്കും. ചില വലിയ സത്യങ്ങൾ വിളിച്ചു പറയാൻ ദൈവം നമ്മളെ കൊണ്ടിടുന്ന ഒരിടം ഏറ്റവും ഭയാനകമായിരിക്കും. മരണം പോലും കാത്തിരിക്കുന്ന ഇടമായിരിക്കും. എങ്കിലും ജ്ഞാനികൾ ഉറച്ച വിശ്വാസത്തോടെ അവർ ക്രിസ്തുവിൻ്റെ കാര്യം പറഞ്ഞിട്ട് ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് അവർ കണ്ടത് ക്രിസ്തുവിനെ കാലിത്തൊഴുത്തിലാണ്. അവർ അവർക്കുള്ളതെല്ലാം സമർപ്പിച്ച് മറ്റൊരു വഴിയെ നടന്നുപോയി. എത്ര മനോഹരമായിട്ടാണ് ആ നക്ഷത്രം ജ്ഞാനികളെ അവിടെ കൊണ്ടെത്തിച്ചത്. ആകാശത്ത് നിറയെ നക്ഷത്രങ്ങളായിരിക്കും, എങ്കിലും അവരുടെ കണ്ണുകൾ മറ്റൊരു നക്ഷത്രത്തിലും ഉടക്കാതെ ഈ നക്ഷത്രത്തിൽ മാത്രം നോക്കി നിന്ന് അവർ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു.
ശരിയല്ലേ? നമ്മുടെ ഈ ലോകത്ത് ഒത്തിരി സ്റ്റാർസ് ഉണ്ട്. സിനിമാ നടന്മാരായിട്ടും കായിക താരങ്ങളായിട്ടും രാഷ്ട്രീയ നേതാക്കളായിട്ടൊക്കെ ഒത്തിരി സ്റ്റാർസ് നമുക്കുണ്ട്. നമ്മൾ അവരെയൊക്കെ അനുകരിച്ചും അവർ പറയുന്ന കേട്ടുമൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട്, അത് ക്രിസ്തുവാണ്. ആ സൂപ്പർ സ്റ്റാറിനെ കണ്ണുകളുടക്കാൻ നോക്കി നിൽക്കുന്നവർ അവസാനം എത്തുന്നിടം രക്ഷയുടെ കവാടമാണ്, സ്വർഗരാജ്യത്താണ്. ഒത്തിരി കൗതുകം നടത്തുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും കാണേണ്ട കാഴ്ച കൃത്യമായി കാണാനും മനസ്സിലാക്കേണ്ട കാഴ്ച കൃത്യമായി മനസ്സിലാക്കാനും നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ കുറച്ചും കൂടി മഹത്വത്തിലുള്ളവരാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ മഹിയല്ലോ പരനേ നിൻ കഥ കേട്ടെന്നുണരും മാമരവും ചോലകളും വാനമതിൽ താരകളും മേഘമതിൽ പൊന്നൊളിയായി മാറിടുമാ ദൂതരവൻ വീട്ടിടുമാ കിന്നരവും കേട്ടുണരും പാൽനിലവും മഞ്ഞുതിരും പൊന്നിരവിൽ പൈതലവൻ കണ്ണുണരും മണ്ണിൻ മാറിൽ മിന്നും വിണ്ണിൻ താരം നീയല്ലേ. ദൂരം നാം പോകാം പുൽക്കൂടും തേടി, തീരങ്ങൾ താണ്ടാം തന്നാമം പാടി. ഇനിയുണരാം കഥ തുടരാം വ്രതമറയും നാളിൽ. ഇനിയണയാം വഴിത്തിരയാം കുളിരണിയും രാവിൽ. കനവും വനവും കതിരാൻ വിളയും കനിവിൻ കരമിന്നരികെ മണയാൻ ഉരുകും വെയിലും മൃദുവായി അലയും തണുവായി ഇനി എന്നകമേ പൊഴിയാൻ. മണ്ണിൻ മാറിൽ മാനവസുതനവൻ ഇന്നീരാവിൽ ആരിനു തുണ തരുവാൻ ആലോലം ജാതനായി. ഹൃദയമൊരു വീണയായി ഉയരിതൊരു നാദമായി മൊഴികളമനോഹരമായി. നീ ഏറ്റുവാങ്ങു മോദമായി, നീ കേട്ടുറങ്ങു ശാന്തമായി. ഞാൻ പാടാമെന്ന മോദമായി നിൻ സംഗീതനം. ഹൃദയമൊരു വീണയായി ഉയരിതൊരു നാദമായി മൊഴികളമദാനമായി. നീ ഏറ്റുവാങ്ങു മോദമായി, നീ കേട്ടുറങ്ങു ശാന്തമായി. ഞാൻ പാടാമെന്ന മോദമായി നിൻ സംഗീതനം. ഹല്ലേലൂയ 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 ഹൃദയമൊരു കാഴ്ചയായി ഉയിരിതൊരു യാഗമായി മനമിതു